സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ അടുത്ത ബജറ്റിൽ ഉയർത്തിയേക്കും. കഴിഞ്ഞ ജൂലൈയിൽ ഡ്യൂട്ടി 15-ൽ നിന്ന് 6% കുറച്ചതുമൂലം ഇറക്കുമതി 50% കണ്ടു വർദ്ധിച്ചു. രത്ന സ്വർണ്ണാഭരണ കയറ്റുമതി 10-1 കുറയുകയും ചെയ്തു. ഓഹരി വിപണിക്ക് വൈറസ് ബാധ. ചൈനയിലെ പുതിയ വൈറസ് ഇന്ത്യയിൽ കണ്ടെത്തിയത് നിക്ഷേപകരിൽ ഉൾപ്പേടി നിറച്ചു. കോവിഡ് കാലം കണ്ടവരുടെ പിരിമുറുക്കവും വിൽപ്പന സമ്മർദ്ദവും വിപണി സൂചിക 1.25% വരെ വലിച്ചു താഴ്ത്തി. വാഹന വിപണിയിൽ ബെസ്റ്റ് സെല്ലർ ടാറ്റ മോട്ടോഴ്സിന്റെ പഞ്ച്. വിൽപ്പനയിൽ മുന്നിൽ നിന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റ്, വാഗണാർ എന്നീ മോഡലുകൾ പിന്നിൽ. 2024-ൽ റോഡിലിറങ്ങിയത് 2,02,030 ടാറ്റ പഞ്ച്. ടോപ്പ് 5-ൽ 3 SUV. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയുടെ ഓഹരി വില ഒറ്റ വർഷം കൊണ്ട് ഇരട്ടിച്ച് 475 രൂപയിൽ, വർധന 107%. സിയാലിൽ സർക്കാരിനാണ് കൂടുതൽ ഷെയർ, 33.8%. അത് കഴിഞ്ഞാൽ 12.11% ഓഹരിയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. വിദേശ മാതൃകയിൽ പഠനത്തിനൊപ്പം വരുമാനമുണ്ടാക്കാൻ 14 പോളിടെക്നിക്കുകളിൽ വ്യവസായ യൂണിറ്റുകൾ തുടങ്ങുന്നു. സഹകരിക്കാൻ തയ്യാറുള്ള സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പസിൽ സ്ഥലം നൽകും. പരമാവധി 4 മണിക്കൂർ ജോലി, 10,000 രൂപ വരെ വരുമാനം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.